സിദ്ദിഖ് MLA നമുക്കിപ്പം ചേരുന്നു. MLA, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? ഇപ്പോ ഒറ്റപ്പെട്ട സംഘടനയും കൊണ്ടുവന്ന് ഇപ്പം വടകെത്തി ഇന്ത്യയുടെ സംഘം ഈ പാലം ഇടിച്ചു പോയതായിരിക്കുന്ന ഈ പുഴ കുറുകെ കടന്ന് ഒരാളപ്പുറത്തെത്തി. ബാക്കിയുള്ള NDRF സംഘം അപ്പുറത്തെത്തി. എത്തിക്കഴിഞ്ഞാൽ വളരെയധികം ഗുരുതരാവസ്ഥയിൽ ഒരു ബംഗ്ലാവിൽ എസ്റ്റേറ്റ് ബംഗ്ലാവിലുണ്ട്. അവരെ ആദ്യം രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് മെഡിക്കൽ അസിസ്റ്റൻസ്. പിന്നെ മുണ്ടകൈ ടൗണിനടുത്ത് നിരവധി ആളുകൾ ചെടിയിലും വെള്ളത്തിലും ഒക്കെയായി കിടക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ജീവനുള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താനുള്ളതായിരിക്കുന്ന ഒരു വലിയ ദൗത്യത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ് NDRF പ്രവർത്തകർ കൊണ്ടുവരുന്നത്. അതിന്റെ പ്രവർത്തനം MLA, അങ്ങയുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ റേഞ്ചിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. എങ്കിൽ കൂടി ഞാൻ ചോദിക്കുവാണ്, ഈ ദുരന്തമുണ്ടായ മേഖല നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള ചൂരൽമലയിൽ നിന്നുള്ള കാര്യങ്ങളാണല്ലോ. ഇവിടെ എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഏകദേശം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കണക്ക്? ചൂരൽമലയും മുണ്ടകയുമായി 2 വാർഡുകളിലുള്ള ആളുകളുടെ ഏകദേശം അറൗണ്ട് 2 വാർഡിലധികമുള്ളതായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന് മുണ്ടകൈ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നിരവധി ആളുകൾ അവിടെ വല്ലാത്ത സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സൈന്യത്തിന്റെ ഓപ്പറേഷൻസിന് സൈന്യം ജസ്റ്റ് എത്തുന്നു. പക്ഷെ കാലാവസ്ഥ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഹെലികോപ്റ്ററിലൂടെ ഇവാക്യുവേഷൻ സാധ്യമാകാത്തതായ സാഹചര്യം വരുമോ എന്നുള്ള ഭയമുണ്ട്. കാരണം മഴ ഇപ്പോഴും ഇവിടെ വളരെ മോശമായി തുടരുകയാണ്. മൂന്നാമത്തെ കാര്യം, വൈകിട്ട് 5 മണിയോടുകൂടി ഈ മുഴുവൻ ആളുകളെ, ജീവനുള്ളതായിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് നല്ല ആശ്വാസത്തിന് വക കിട്ടണമെങ്കിൽ അവരെ അടിയന്തരമായി 5 മണിക്ക് മുമ്പായി അവരെ മുഴുവൻ ആശുപത്രികളിലേക്ക് എത്തിക്കണം. അത് എത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി NDRFന്റെ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ MLA, ഒരു കാര്യം കൂടി, ഈ മുണ്ടക്കൈ ഭാഗത്ത് അവിടെ ഈ ഹാരിസൺ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി ലയങ്ങളിൽ ആളുകൾ താമസിച്ചിരുന്നു എന്ന് വിവരങ്ങൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അവിടേക്ക് എത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നേരത്തെ ഒരു റിസോർട്ട് ഉടമയുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതാണ്. 10, 100, 120ഓളം പേർ ആ റിസോർട്ടിലുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതിലും നിരവധി പേർ മറ്റ് ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് മെഡിസിൻ വേണം, കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, മെഡിസിൻ കഴിക്കുന്നവരുണ്ടെന്നൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ ശരി MLA, പ്രതികരിച്ചതിന് വളരെ നന്ദി.